ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒന്നാണല്ലോ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നുള്ളത്. അതെ, യേശു ക്രിസ്തു തന്നെയാണ് വിശുദ്ധിക്കുള്ള നമ്മുടെ ഉറവിടം, അല്ലെങ്കിൽ ഏറ്റവും വിശുദ്ധി നിറഞ്ഞ ആ അനുഭവം, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ശുദ്ധീകരണം. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം ശക്തനായി തീരുക എന്നതല്ല, ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ള വിശുദ്ധ ജീവിതത്തിന് ഉടമയാകുക എന്നതാണ് ആവശ്യം. വിശുദ്ധമായി തീർന്നാൽ ശക്തി പകരാം എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. പക്വത വന്ന വിശ്വാസി എപ്പോഴും ഒരുപോലെ വിശുദ്ധനും ശക്തനുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ വിശുദ്ധിക്ക് മാത്രമേ ശക്തിയെ വിളിച്ചു വരുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടുന്നതായ സത്യം. എബ്രായ ലേഖനം 12:14 ഇപ്രകാരം പറയുന്നു: എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ എങ്ങനെയാണ് കർത്താവിനെ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുന്നത്? അത് ശുദ്ധീകരണത്തിലൂടെയാണ്. യഥാർത്ഥ ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ, അഥവാ കർത്താവിൽ നിന്നുള്ള ആ ദിവ്യ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം എപ്പോഴും നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നത്. ഇവിടെ പറയുന്നത് എല്ലാവരോടും സമാധാനം ആചരിക്കണം. അപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ സമാധാനം ആചരിക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചില കാര്യങ്ങളിൽ ക്ഷമിക്കുവാൻ, അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുൻപോട്ട് പോകുന്ന ഒരുവന് മാത്രമേ യഥാർത്ഥമായ സമാധാനം പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ഇവിടെ ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. ആ ദൈവിക സമാധാനം നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ ആ ദൈവത്തിന്റെ എല്ലാ ദാനങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം യഥാർത്ഥ പങ്കാളികളായി മാറുന്നതാണ് ദൈവവചന വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം. അതെ, അതിന് കർത്താവ് എങ്ങനെ വിശുദ്ധനായിരുന്നു, ആ കർത്താവിന്റെ പാത പിൻപറ്റുന്ന ഓരോ വ്യക്തിയും ആ വിശുദ്ധിയുടെ പാതയിലൂടെ യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. അതാണ് ദൈവം നമുക്ക് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ആ തിരുവചനം വെളിപ്പെടുത്തി തന്നത്. തന്റെ ഏകജാതനായ പുത്രനിലൂടെയാണ് ആ രക്ഷയും ശുദ്ധീകരണവും അനുഭവിച്ച് ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് കഴിയുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതെ, അതിനായി ദൈവകരങ്ങളിൽ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം.
ഒരുങ്ങി